ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കേരള ടു കാശ്മീർ യാത്രയിൽ നമ്മൾ 12 വീഡിയോകളും നമ്മൾ ഇട്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കാരണം നമുക്ക് ലൈവ് ഓഡിയോ നമുക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്കത് പറ്റിയത്. ലൈവ് ഓഡിയോ എടുക്കാനായിട്ട് എൻ്റെ കയ്യിലൊരു കുറഞ്ഞ മൈക്കാണ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 1500 വില വരുന്ന മൈക്കായിരുന്നു. അത് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് പാറും, ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും, ഇടയ്ക്കിടയ്ക്ക് ചാർജ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഞാനത് എടുത്തില്ല. എന്നിട്ട് നമ്മൾ വേറെ ആപ്പിൽ നമ്മൾ വീഡിയോ കയറ്റിയിട്ട് നമ്മൾ ലൈവ് ഓഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മൾ ഇടുകയാണ് ചെയ്തത്. എന്തായാലും അതിന് ശേഷം എന്തായാലും ഈ മൈക്കിൻ്റെ കുറവ് നമ്മൾ മനസ്സിലാക്കിയത് കാരണം ഒരു മൈക്ക് എടുക്കാമെന്ന് വെച്ച്. അപ്പം എന്തായാലും എല്ലാവരും ഉപയോഗിക്കുന്ന ആ ബട്ടൺ ടൈപ്പ് ഹോളി ലാൻഡ് ഞാനും അങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇതുണ്ട, എൻ്റെ പൊന്നു മകനെ, ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ. അടിപൊളിയായിട്ടൊരു പെട്ടിയിലൊക്കെയാണ് ഈ സാധനം വന്നിരിക്കുന്നത്. വാവ്, അടിപൊളി. ഇത് കണ്ട ഐറ്റം കണ്ട, 2 മൈക്കാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. ഇത് നമ്മുടെ ക്യാമറയിൽ ഉപയോഗിക്കുന്ന കേട്ടോ. ക്യാമറ, വലിയ DSLR ക്യാമറയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന മൈക്കാണ് ഇത്. ഇത് നമുക്ക് 2 പേര് തമ്മിൽ നമ്മൾ സംഭാഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്കും നമുക്കും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ്. പിന്നെ ഇത് കണ്ട, ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഇതൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വെക്കുക. ഇതുണ്ട്, ചാർജ് ഫുള്ളാണ് കേട്ടോ, അതാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഇത് നമ്മുടെ പുതിയ മോഡൽ ഐഫോണിന് വരുന്ന C ടൈപ്പ് വരുന്നത് ഇതാണ്. C ടൈപ്പ് ഇപ്പോൾ നമ്മുടെ ഐഫോണിലൊക്കെ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെക്കണം. അതുപോലെ തന്നെ ഇത് നമ്മുടെ പഴയ മോഡൽ ഐഫോണിനാണ് കേട്ടോ. ഇതുണ്ട, നമ്മുടെ പഴയ മോഡൽ, നമ്മുടെ പഴയ ഐഫോണാണ്. ഇതിനൊക്കെ നമുക്ക് കുത്താനായിട്ട് നമുക്ക് ഇതേ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും ഇതൊക്കെ ഉപയോഗശൂന്യമാണ്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. എന്തായാലും നമ്മളിതൊന്ന് ഫോണിൽ ഘടിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. എന്തായാലും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഞാൻ കാറിനകത്താണ് ഇരിക്കുന്നത്. ഈ കാറിനകത്ത് ഇപ്പോൾ ഓൾറെഡി മഴയുണ്ട് കേട്ടോ. അപ്പം മഴ മേളിൽ വന്ന് മഴത്തുള്ളി വീഴുന്നതിൻ്റെ ചെറിയൊരു കിലുകിലുകിലുകിലുകില എന്നുള്ളൊരു സൗണ്ടുണ്ട്. അപ്പോൾ നമുക്ക്
പുറത്തെ സൗണ്ടൊന്നും കേൾക്കണ്ടല്ല എന്ന് കരുതിയിട്ടാണ് കാറും എടുത്ത് നമ്മൾ ഇറങ്ങിയത്. അപ്പോഴേക്കും മഴയും പെയ്ത്. എന്ത് ചെയ്യാൻ? അപ്പം പിന്നെ എന്തായാലും ഇനിയിപ്പോൾ മൈക്ക് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഒന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ മൈക്ക് ഇതിവിടെ ഘടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്തുനിന്ന് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് നമ്മളിപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇത് എൻ്റെ കയ്യിലുണ്ട്. ഇത് തീരെ ചെറുതാണ് കേട്ടോ, ബട്ടൺ ടൈപ്പ് എന്ന് തന്നെ ഇതിന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് പറയാം, ഇതിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓണായിട്ടില്ല. അപ്പോൾ നമ്മളിത് കണ്ട് ഈ മഞ്ഞ ബട്ടണിൽ നമ്മൾ 2 പ്രാവശ്യം പ്രസ് ചെയ്യണം. ഒരു പ്രാവശ്യം പ്രസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഗ്രീൻ ലൈറ്റ് തെളിയും. ഇവിടെയും ഗ്രീൻ ലൈറ്റ് തെളിയുന്നുണ്ട് ഇല്ലേ? ഗ്രീൻ ലൈറ്റ് തെളിയണല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഓണായിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് വെക്കണമെന്ന് വെച്ചാൽ ഇത് കണ്ട, ഇതൊരു മാഗ്നറ്റിങ്. ഇത് കണ്ട, ഇത് ഇതേപോലെ നമ്മുടെ ബനിയത്തിൻ്റെയൊക്കെ ഷർട്ടിൻ്റെയൊക്കെ ഉള്ളിലേക്ക് ഇത് വെച്ചിട്ട് നേരെ ഇങ്ങനെ അങ്ങ് ഘടിപ്പിച്ചാൽ മതി. യാതൊരുവിധ കുഴപ്പമില്ല. അപ്പോൾ ഇത് കണ്ട, ഈ സ്റ്റിക്കർ വരുന്ന വശം വെളിയിൽ വന്നെ. ഇതല്ലാതെയാണെങ്കിൽ ഇത് കണ്ട, ഇതായാൽ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. എല്ലാവരും ഉപയോഗിച്ച് നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമുക്ക് മറിക്കാനൊക്കെ ആയിട്ട് ഇതിനകത്തൊരു സ്റ്റിക്കർ തന്നിട്ടുണ്ട് അവർ കേട്ടോ. ഇനി നമുക്ക് ഇവരുടെ ഈ ലോഗോ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ബ്ലാക്ക് വേണമെങ്കിൽ ഫുള്ള് ബ്ലാക്ക് ഇടാം. ഇനി അതിൽ വൈറ്റ് ഇടണമെങ്കിൽ വൈറ്റ് ഇടാം. അതല്ലാതെ കുറച്ച് ഇമോജികളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതുണ്ട, മഞ്ഞ ഇമോജിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി, ഓപ്ഷനിലാണ്. ഇതെല്ലാം നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. ഇപ്പം നമ്മുടെ കാറിൽ FM നമ്മളിപ്പോൾ ട്യൂൺ ചെയ്ത് കിട്ടാത്ത ഒരു സ്റ്റേഷൻ വെച്ചിരിക്കുകയാണ് കേട്ടോ, ആ എരവൽ. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ഓഫ് ചെയ്ത് നോക്കാം, ഓണാക്കി നോക്കിയിട്ട് എങ്ങനെയാവുമെന്ന് അറിയാൻ പറ്റിയില്ല. ഇപ്പോൾ ഒന്ന് നോക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് നോക്കാം, ലൈവായിട്ട് തന്നെ നോക്കാൻ, വീഡിയോ കട്ട് ചെയ്യേണ്ട. ഇപ്പോൾ അതേ പച്ച ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പം നമുക്ക് ചെറിയ ചാറ്റമഴ പെയ്തുകൊണ്ടെങ്കിൽ നമ്മുടെ ഈ റേഡിയോയുടെ എരവലും ഉണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം നമുക്കിപ്പോൾ അറിയാൻ പറ്റും. നോക്കാം. ആണോ? അപ്പോൾ നമ്മൾ നോയിസ് ക്യാൻസലേഷനൊക്കെ നമ്മൾ ഓണാക്കി വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. വളരെ നല്ല പ്രൊഡക്റ്റാണ്. യാതൊരുവിധ സൗണ്ടും ഇല്ല. നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ട് നമുക്ക് സൗണ്ട് കിട്ടുന്നുണ്ട്. ഇനി അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്ത് 1 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഓഫും ഉണ്ട് ഓണും ഉണ്ട്. ഇനി ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ വീഡിയോ ഓണും ഓഫും ആകും. അപ്പോൾ നമ്മളിപ്പോൾ ട്രൈപോഡിലൊക്കെയാണ്, നമ്മളിപ്പോൾ ഗിംബൽ ട്രൈപോഡിലൊക്കെയാണ് നമ്മളിപ്പോൾ ഫോൺ വെച്ചിരിക്കണമെങ്കിൽ, നമ്മളിതേപോലെ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് പോസ് ചെയ്യണം, ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ മൈക്കിൽ പിടിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഓഫാകും. അപ്പോൾ അങ്ങനൊരു ഫംഗ്ഷനും കൂടി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. വളരെ നല്ലൊരു ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. ഇതെല്ലാം ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണിത്. പിന്നെ നമുക്കിനി അടുത്ത ഐറ്റം എന്നാന്നുള്ളത് നോക്കട്ടെ കേട്ടോ. ഇതൊന്നും ആവശ്യമില്ല നമുക്ക്. അതിനൊരു പൗച്ചുണ്ട് കേട്ടോ. പൗച്ചിൻ്റെ ഉള്ളിൽ എന്താണ് ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നോക്കാം. ഞാൻ അന്വേഷിച്ച സാധനം ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ കേട്ടോ. ചാർജിങ് കേബിൾ. ഇതിൻ്റെ ചാർജ് വരുന്നത് ഇതുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇവിടെ ഒരു ലൈറ്റ് അപ്പോൾ ഇത് നമുക്ക് ചാർജ് നോക്കാനായിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇത് കണ്ട ഒരു 4 ഡോട്ട് പോലെ ഉണ്ട്. ഇതിലാണ് നമ്മൾ ചാർജ് അറിയണത്. ഇത് കണ്ട ഈ ഗ്രീൻ ലൈറ്റ് വന്നത്, ഇത് ചാർജ് കയറുന്നതാണ്. ചാർജ് ഇപ്പോൾ ഫുള്ളുണ്ട്. അതല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് ആയിരിക്കും. ഇതാണ് അതിൻ്റെ ചാർജിങ് കേബിൾ വരുന്നത് കേട്ടോ.
ഈ വള്ളി ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഊരിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇതേപോലെ നല്ല അടുക്കി ചുറ്റി നമുക്ക് കെട്ടി തന്നെ വെക്കാം കേട്ടോ. ഇത് നല്ലൊരു ടൈ ആണിത്. അലമ്പായിട്ടൊന്നും പോവില്ല. ഇനി ഇതെന്നാന്നുള്ളത് ഇതിൻ്റെ എനിക്ക് തോന്നണ ഇതൊരു മാലയാണ് കേട്ടോ. ഇതെന്നാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്കിത് കണ്ടോ, ഈ മൈക്ക് നമുക്ക് ഈ ഷർട്ടിലൊക്കെ ഘടിപ്പിക്കാനും അതിനുള്ളതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു മാഗ്നറ്റിക് ആണ്. ഇതിനകത്ത് നമുക്ക് ആ മൈക്ക് നമുക്ക് കണ്ട ഓക്കെ, ഇതാണ് സംഭവം. അതിൻ്റെ ഒരു ടാഗ്. അപ്പോൾ ഇതൊരു മാലയാണ് കേട്ടോ. ഇതൊരു വള്ളിയാണ്, നമുക്ക് കഴുത്തേലൊക്കെ ഇടാവുന്ന. ശരി, ഇതാണ് ഇപ്പോൾ എല്ലാവരും കഴുത്തേലിട്ടിരിക്കുന്ന സാധനം. ഞാൻ ഓർത്തത് ഒരു സ്റ്റൈലിന് ഇട്ടിരിക്കണമെന്ന് ഞാൻ വിചാരിച്ച ചേട്ടാ. ഇത് ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. കൊള്ളാലോ. ഇതെന്ത് ഇത് മൊത്തം കേട്ടോ. ഓക്കെ, ഇവിടെയും കെട്ടണ്ടല്ലോ, മൊത്തം കെട്ടി. എല്ലാം വളരെ സേഫായിട്ടാണ് കേട്ടോ അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല പാക്കിങ്, നല്ല ക്വാളിറ്റി ആട്ടോ. എല്ലാ സാധനവും നല്ല ക്വാളിറ്റിയിലാണ്. അതിൻ്റെ ആ ബോക്സൊക്കെ ഒന്ന് കാണണം, എന്താ ഒരു ഫിനിഷിങ്. വാവ്, ഇത് എന്താ ഇത്, വല പോലെയൊക്കെ ഉണ്ട്. ഇത് 2 എണ്ണമാണ് കേട്ടോ. ഞാനിത് ആലോചിച്ചത് എങ്ങനെ കഴുത്തേലിടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അത് കൊള്ളാം. എന്തോ സാധനം പുറത്തോട്ട് പോയി, എന്താണെന്ന് അറിയില്ല. ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ എന്തായാലും. ഇത് 2 എണ്ണ കേട്ടോ. ഇത് കൊള്ളാം. ഇതിപ്പോൾ നമ്മൾ ഇത് കണ്ട, ഇത് നീളം കൂട്ടാനും കുറക്കാനും ഒക്കെ ഇത് സാധിക്കുന്ന ഒരു സാധനമാണ്. കൊള്ളാം കേട്ടോ, ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റ്. ഇത് ഞാൻ കഴുത്തേലൊന്ന് ഇട്ട് നോക്കട്ടെ കേട്ടോ. സംഭവം അടിപൊളിയാ. അതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 പേർക്കുള്ള ഓക്കെ, 2 മൈക്ക് ഉണ്ടല്ലോ, അതാണ് സംഭവം. ഇത് കണ്ട. അപ്പോൾ ഇതിനകത്ത് മാഗ്നറ്റിക് പവർ ഉണ്ടാകുന്ന എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും ഇതൊന്ന് അഴിച്ചു നോക്കട്ടെ. ഓക്കെ, അതുണ്ട്. ഓക്കെ, നിങ്ങളിത് സൂക്ഷിക്കണം കേട്ടോ. കാരണം ഇത് കണ്ടോ, ഇതിൻ്റെ ഓരോ മാഗ്നറ്റിക്കും നമ്മളിത് ഇങ്ങനെ സെപ്പറേറ്റ് ഉള്ളത്. ഇത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് സൂക്ഷിച്ചോളണം, ഇല്ലെങ്കിൽ അത് 8ൻ്റെ പണി കിട്ടും. അപ്പോൾ 2 മാല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നല്ല കാര്യമാണ് ഇതൊക്കെ. ഓക്കെ, ഇനി ഇതിനകത്ത് തരേണ്ടത് പഞ്ഞു പോലത്തെ ഒരു സാധനം ഉണ്ട്. ഇത് എന്താണെന്ന് അറിയില്ല കേട്ടോ, നോക്കട്ടെ. എൻ്റെ അമ്മ, ഇതെന്താണിത്? ഇതെന്ത് സംഭവം? ഇത് നമുക്ക് ഈ നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലത്ത് ഇല്ലേ, നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ വിസിലടിക്കണ എന്നുള്ള വിസിലടി സൗണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മളിത് കയറ്റിയിടും. കഴുത്തിലായത് കാരണം പറ്റണില്ല, നോക്കട്ടെ.
ഇത് കണ്ടോ, ഒരു കണക്കിന് ഞാൻ അതിനകത്ത് കയറ്റിയത്. എന്തായാലും കൊള്ളാൻ കേട്ടായിരുന്നു. ആരും അറിയത്തില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഐറ്റം ഉള്ളത്. ആൾക്കാർ ചോദിക്കുന്നത് എന്താന്ന്. എന്തെങ്കിലും ഏട്ടാ നല്ല അടിപൊളിയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ എയറൊക്കെ അടിക്കുന്നത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പഞ്ഞിയാണ്. അത് 2 എണ്ണം ഉണ്ട് കേട്ടോ, 2 മൈക്കിനുമായിട്ടുണ്ട്. എന്തായാലും അത് നല്ലൊരു ഉപകാരമുള്ളൊരു സാധനമാണിത്. ഞാൻ നേരത്തെ വാങ്ങിച്ച എൻ്റെ ആ കുഞ്ഞിക്കടം മൈക്കിന് അത് ഇതേപോലെ ഒരു സ്പോഞ്ചായിട്ടായിരുന്നു. ഒരു പ്രയോജനവും ഇല്ലായിരുന്നു. വെറുതെ സ്പോഞ്ച്, 2 മൈക്ക്, ചാർജർ ഇതൊക്കെ തന്നെന്നല്ലാതെ 1500 രൂപ വെറുതെ പോയതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും ഇത് എയർ അടിക്കുമ്പോഴുള്ള ആ ഒരു ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, ആ ഒരു വിസിലടിയൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് AC ബ്ലോവർ ഒന്ന് ഇടാം കേട്ടോ. ഞാൻ ഫുള്ള് ബ്ലോവർ ഇട്ടിരിക്കുകയാണ്. എന്തായാലും ഇനി അത് കേൾക്കുവാന്നൊന്നറിയാം. വണ്ടി ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ നമ്മൾ വലിയ സൗണ്ട് വന്നില്ല കേട്ടോ, കാരണം നല്ല സൗണ്ടുണ്ട്. എൻ്റെ ബ്ലോവർ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൗണ്ട് വരുന്നതാണ്. അപ്പോൾ അത്രയും സൗണ്ട് നമുക്ക് കേട്ടിട്ടില്ല. അത് തന്നെയല്ല, ആ സൗണ്ടിനിടയ്ക്ക് നമ്മുടെ സൗണ്ട് പക്ക ക്ലിയറായിട്ട് തന്നെ നമുക്കത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൗണ്ട് നമ്മളിപ്പോൾ പുറത്ത് നിന്ന് കാറ്റടിക്കുമ്പോൾ എന്തായാലും അത്രയും സൗണ്ടൊന്നും വരില്ല. കാരണം അത്രയും തുറന്ന സ്ഥലമായതുകൊണ്ട് ഇത്രയും ഒരിത് വരില്ല. ഇതിപ്പോൾ നമ്മൾ കാറിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത്രയും കേൾക്കുന്നത്. എന്തായാലും ഇനിയൊരു വീഡിയോ എടുക്കുമ്പോഴേക്കും നമുക്കത് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റും. അപ്പം നമുക്കിനി ഈ പൗച്ചുണ്ട് കേട്ടോ, പൗച്ചിനകത്ത് നമുക്കിത് ഇട്ടുകൊണ്ട് പോവാം. ഇനിയിപ്പോൾ ആ പാക്കറ്റൊക്കെ കളയല്ല. ഇതിനകത്ത് എന്തോ സാധനം കൂടി ഉണ്ടല്ലോ. ഇതെന്തിൻ്റെ ഇതുണ്ട്. ഇത് നമ്മൾ ക്യാമറയിൽ ഫിറ്റ് ചെയ്യണ മൈക്കാണ്. ഇതിനെപ്പറ്റി പറഞ്ഞില്ല. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ കുത്തുവാണ്. എന്നിട്ട് നമ്മൾ ക്യാമറയിലേക്ക് നമുക്കിത് കുത്തിക്കഴിഞ്ഞാൽ ഇത് മൈക്ക് ഓണാവും. പിന്നെ ഇത് ഓണും ഓഫിൻ്റെയാണ് ഇത് പിന്നെ ഇത് മോഡ് മാറുന്നതിൻ്റെയാണ് കേട്ടോ. പിന്നെ ഇവിടെ പ്ലസും മൈനസ് ഇട്ടിട്ടുണ്ട്. ഇനി സൗണ്ടിൻ്റെ ആണോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ വായിച്ച് നോക്കിയില്ല. എന്തായാലും അതൊന്ന് നോക്കാം. എന്തായാലും എനിക്ക് ഈ ക്യാമറ ഒരെണ്ണം ഉള്ളതിൽ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പഴയ മോഡൽ ക്യാമറയാണ് കേട്ടോ. ഇനി അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടി വരും. എന്തായാലും ഇത് അതിൻ്റെയാണ്. പിന്നെ ഇവിടെ ഒരു ഐഫോണിൻ്റെ ഒരു C ടൈപ്പ് കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഇനി ഇതിൻ്റെ ചാർജിങ്ങിന് വേണ്ടിയിട്ടായിരിക്കുള്ളൂ. അല്ല, അതിൻ്റെ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ളതല്ല അത്. അപ്പോൾ ഈ വയർ എന്തായാലും അതിൻ്റെയാണ്. പിന്നെ ഇവിടെ ഒരു C ടൈപ്പ് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ കാറ്റലോഗ് എടുത്ത് വായിച്ച് നോക്കിയാലേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ പഴയ മോഡൽ ആ ഐഫോണിൽ കുത്തുന്ന ഈ റിസീവർ, അതിനകത്തും ഇവിടെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോണിനകത്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അതല്ലെങ്കിൽ പിന്നെ കാറ്റലോഗ് ഫുള്ളൊന്ന് പരിശോധിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് നല്ലൊരു പൗച്ചാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇത് നല്ല 2 കള്ളിയായിട്ടാണ്. അതെനിക്ക് തോന്നുന്നത് മാലയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നല്ലൊരു സ്മൂത്തായിട്ടുള്ള പൗച്ചാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ഈ ഐറ്റംസ് എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. എന്തായാലും ഇനിയിപ്പോൾ വല്ലതും ഉണ്ടാകുന്ന നോക്കട്ടെ. ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ, എല്ലാം തീർന്നു. അപ്പോൾ ഹോളി ലാൻഡ് മൈക്കിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. ഇതും ഗിംബലും കൂടി നമ്മൾ ഒന്നിച്ചാണ് ഇത് വാങ്ങിച്ചത്. അപ്പം അതിൻ്റെ ഞാനൊരു റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിന് ഏകദേശം 12 രൂപയോളം വില വന്നിട്ടുണ്ട്. നമ്മൾ ഓൺലൈനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത്രയും കൂടി റേറ്റ് നമുക്ക് താത്തി കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത്. പിന്നെ നല്ലൊരു മൈക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ ഇത് തന്നെ എടുത്തത്. അപ്പോൾ ഞാൻ പലരോടും അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ ഒരു മൈക്കാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതെടുത്ത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്തായാലും ഇനിയുള്ള വീഡിയോകളിലൊക്കെ
മൈക്ക് വെച്ചിട്ട് നല്ല ലൈവ് വീഡിയോകളൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കാം എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട്. നമ്മുടെ സംസാരം ഒരു നാടൻ സംസാര രീതിയാണ്. ഭയങ്കര അടിപൊളിയായിട്ടൊന്നും സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, സഹകരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എല്ലാത്തരം വീഡിയോസും ഞാൻ ഇടുന്നുണ്ട്. ട്രാവൽ വ്ളോഗും ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ ഇടുന്നുണ്ട്. ഓൾറെഡി ഞാൻ മെക്കാനിക്കാണ്. അപ്പോൾ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിൽ എൻ്റെ കാറിനെ പറ്റി ഒരു റിവ്യൂസ് ഇടാനാണ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും കാണാം. ബൈ.